കാർലി എന്ന സ്ത്രീ മാർക്ക് എന്ന സുന്ദരനായ ഒരാളെ കണ്ടുമുട്ടി. ഇത് അവരുടെ പ്രണയത്തിന്റെ തിടുക്കമായിരുന്നു. കാർലി വളരെ സന്തോഷവതിയായിരുന്നു. മാർക്ക് അവൾക്ക് തികഞ്ഞതായി തോന്നി. മാത്രമല്ല, അദ്ദേഹം ഒരു വിജയകരമായ ബിസിനസ്സുമാൻ ആയിരുന്നു. നല്ല വരുമാനവുമുണ്ട്. 2 മാസം കടന്നുപോയി. ഈ നാഴികക്കല്ല് അനുസ്മരിക്കാൻ മാർക്ക് തന്റെ പ്രിയപ്പെട്ടയാൾക്ക് ഒരു പ്രത്യേക സമ്മാനം നൽകി. എന്നിരുന്നാലും മാർക്ക് വിവാഹിതനാണെന്ന് കാർലിക്ക് അറിയില്ലായിരുന്നു. ഭാര്യ കേറ്റ് ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. ഭർത്താവിന്റെ ആരോഗ്യം അവൾ ശ്രദ്ധിച്ചു. അതേസമയം ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കാൻ അദ്ദേഹം മടിച്ചിരുന്നു. ജോലിക്ക് പോകുന്നതിനു മുമ്പ് മാർക്ക് ഭാര്യയോട് ചില പേപ്പറുകളിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. അക്കൗണ്ടിംഗ് വകുപ്പിനേക്ക് ഒരു ഔപചാരികതയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. കേറ്റിന് അത്തരം കാര്യങ്ങൾ മനസ്സിലായില്ല. അതിൽ ലജ്ജയും തോന്നി. തന്റെ ബുക്കിനേക്ക് പിടിപ്പം പ്രത്യേക കോഴ്സുകൾ എടുക്കുന്നതിനെക്കുറിച്ച് അവൾ ആലോചിച്ചു. മറുവശത്ത് കാർലി ഒരു വിജയകരമായ അഭിഭാഷകയായിരുന്നു. കാർലി ഇത്രയധികം ജോലി ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അവളുടെ സെക്രട്ടറിയായ ലിഡിയയ്ക്ക് മനസ്സിലായില്ല. അവളുടെ രൂപം കൊണ്ട് അവൾക്ക് എളുപ്പത്തിൽ നന്നായി വിവാഹം കഴിക്കാമായിരുന്നു. തനിക്ക് ഒരു കാമുകനുണ്ടെന്ന് കാർലി സമ്മതിച്ചു. ഇന്ന് അവനെ തന്റെ പിതാവിന് പരിചയപ്പെടുത്താൻ അവൾ ഉദ്ദേശിക്കുന്നു. ആ സമയത്തെ കേറ്റ് മാർക്കിലെ ഗേച്ച് വൈകുന്നേരത്തെ അവരുടെ പദ്ധതികളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. എന്നിരുന്നാലും ഇന്ന് തനിക്ക് വളരെയധികം ജോലി ചെയ്യാനുണ്ടെന്ന് മാർക്ക് പറഞ്ഞു. എന്നാൽ കേറ്റ് ഉത്സാഹഭരിതയായി. ഭർത്താവിനോട് അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ പട്ടണത്തിലേക്ക് വരാൻ തീരുമാനിച്ചതായി പറഞ്ഞപ്പോൾ തന്റെ പദ്ധതികൾ റദ്ദാക്കാൻ നിർബന്ധിതനായി. പിന്നീട് മാർക്ക് കാർലിയോട് തന്റെ നാട്ടിലെ വീട്ടിൽ ഒരു പൈപ്പ് പൊട്ടിയെന്നും അതിനാൽ അയാൾക്ക് അവിടെ പോകേണ്ടിവരുമെന്നും കള്ളം പറഞ്ഞു. ഇന്ന് തന്നോടും അച്ഛനോടും ഒപ്പം അത്താഴം കഴിക്കാമെന്ന് കാമുകൻ വാഗ്ദാനം ചെയ്തതിനാൽ കാർലി ദേഷ്യപ്പെട്ടു. സൽഫലമായി അവൾ ഒറ്റയ്ക്ക് റെസ്റ്റോറന്റിലേക്ക് പോയി. ഫ്രാങ്ക് തന്റെ പുതിയ കാമുകിയെക്കുറിച്ച് മകളോട് പറഞ്ഞു. മാർക്കുമായുള്ള തന്റെ വഴക്കിനെക്കുറിച്ച് അവൾ പറഞ്ഞു. അച്ഛൻ മകളോട് ഉടൻ തന്നെ കാമുകന്റെ അടുത്തേക്ക് പോയി അവനെ അത്ഭുതപ്പെടുത്താൻ ഉപദേശിച്ചു. അച്ഛന്റെ ഉപദേശം കേൾക്കാൻ കാർലി തീരുമാനിച്ചു. ഒരു ടാക്സി വിളിച്ച് അവൾ മാർക്കിന്റെ നാട്ടിലെ വീട്ടിലെത്തി. പക്ഷേ കേറ്റ് വാതിൽ തുറന്നു. ആദ്യം അത് മാർക്കിന്റെ വീട്ടുജോലിക്കാരിയാണെന്ന് കാർലി കരുതി. പക്ഷേ അത് അവന്റെ ഭാര്യയാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. കാർലി പരിഭ്രാന്തിയോടെ പെരുമാറാൻ തുടങ്ങി. തെറ്റായ വിലാസമാണെന്ന് നടിച്ചു. എന്നാൽ അവൾ പോകുമ്പോൾ അവളുടെ കുതികാൽ പൊട്ടി അവൾ വീണു. കേറ്റ് അമ്പരന്നു. ആ സ്ത്രീ വിലാസത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. തിങ്കളാഴ്ച കാർലി വളരെ ദേഷ്യത്തോടെ ജോലിക്ക് വന്നു. മാർക്കിന്റെ ഒരു പോച്ചെണ്ട് ഒരു കുറിപ്പോട് കണ്ടപ്പോൾ അവൾ കൂടുതൽ കോപാകുലയായി. എന്താണ് സംഭവിച്ചതെന്ന് ലിഡിയ ചോദിച്ചു. മാർക്ക് വിവാഹിതനാണെന്ന് കാർലി പറഞ്ഞു. അവൾ അവനെ സ്നേഹിക്കുന്നു. പക്ഷേ മറ്റൊരു കുടുംബം തകർക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. വിശ്വാസവഞ്ചന ക്ഷമിക്കില്ല. പിന്നീട് കേറ്റ് കാർലിയുടെ ജോലിസ്ഥലത്ത് വന്നു. ഭർത്താവിന്റെ ഫോണിൽ നിന്ന് അവളുടെ നമ്പർ കണ്ടെത്തി. മാർക്കുമായി ഡേറ്റിംഗ് നടത്തുകയാണോ എന്ന് കേറ്റ് കാർലിയോട് നേരിട്ട് ചോദിച്ചു. കാർലി അത് നിഷേധിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കരുതി. കേറ്റ് ഉറക്കെ നിലവിളിച്ചു. എല്ലാ ഓഫീസ് ജീവനക്കാരും ഇത് ശ്രദ്ധിച്ചു. ഗോസിപ്പുകൾ പറയാൻ തുടങ്ങി. കാർലി മാന്യമായി കേറ്റിനോട് പോകാൻ ആവശ്യപ്പെട്ടു. പിന്നീട് എല്ലാം പറയാമെന്ന് വാഗ്ദാനം ചെയ്തു. വൈകുന്നേരം സ്ത്രീകൾ ഒരു ബാറിൽ കണ്ടുമുട്ടി. സത്യം മനസ്സിലാക്കിയപ്പോൾ കേറ്റ് ഞെട്ടിപ്പോയി. ഭർത്താവിന് തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി അവൾ ജോലി ഉപേക്ഷിച്ചു. അവനുവേണ്ടി എല്ലാം ചെയ്തു. പക്ഷേ പകരം വഞ്ചന ലഭിച്ചു. കാർലിയുടെ അഭിപ്രായത്തിൽ മാർക്കിനെ പോലുള്ള പുരുഷന്മാർ മാറില്ല. കേറ്റ് അവനോടൊപ്പം താമസിച്ചാലും താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് അവൻ അവളെ വീണ്ടും ഒറ്റിക്കൊടുക്കും. കേറ്റ് മദ്യപിച്ചു. കാർലി അവളെ ഒരു ക്യാബിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആ സ്ത്രീ പോകാൻ ആഗ്രഹിച്ചില്ല. തന്റെ എതിരാളിയായി കണക്കാക്കേണ്ട ഒരാളെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും കാർലി അവളെ ഒരു ടാക്സിയിൽ കയറ്റാൻ കഴിഞ്ഞു. വീട്ടിലേക്ക് മടങ്ങിയ കേറ്റ് ഭർത്താവിനെ നോക്കി. അവളുടെ അഭാവം അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. അടുത്ത ദിവസം മുഴുവൻ കേറ്റ് ഇനി എന്തു ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഒരു മീറ്റിംഗിനിടെ കേറ്റ് താഴെ തന്നെ കാത്തിരിക്കുകയാണെന്ന് കാർലിക്ക് വിവരം ലഭിച്ചു. തന്നോട് സംസാരിക്കാൻ സമ്മതിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു കാർലി. തന്നെയോ മാർക്കിനെയോ കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കാർലി കേറ്റിനോട് തുറന്നു പറഞ്ഞു. അവരുടെ വിവാഹത്തിലെ പ്രശ്നങ്ങളിൽ അവൾക്ക് താൽപ്പര്യമില്ല. പക്ഷേ തന്നെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിനെ കേറ്റിന് അത്യാവശ്യമായി വേണം. കാർലി വീട്ടിലെത്തിയപ്പോൾ വാതിലിൽ മുട്ടുന്ന ശബ്ദം അവൾ കേട്ടു. ഒരുമിച്ച് അത്താഴം കഴിക്കാൻ വാഗ്ദാനം ചെയ്തത് കേറ്റാണ്. കാർലി എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്താൻ അവൾ അവളെ ചാരപ്പണി ചെയ്യുകയായിരുന്നുവെന്ന് മനസ്സിലായി. കാർലി മനസ്സില്ലാമനസ്സോടെ വാതിൽ തുറന്നു. കേറ്റിന് പിടിച്ചു നിൽക്കാനായില്ല. പൊട്ടിക്കരഞ്ഞേ. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ അവൾ ശരിക്കും ആഗ്രഹിക്കുന്നു. പക്ഷേ അവൾക്ക് ജോലിയില്ല, പണമില്ല, അവളെ പിന്തുണയ്ക്കാൻ സുഹൃത്തുക്കളില്ല. കാർലി ഇപ്പോഴും കേറ്റിനെ അപ്പാർട്ട്മെന്റിലേക്ക് കടത്തിവിട്ടു. ആ നിമിഷം കാർലിക്ക് മാർക്കിൽ നിന്ന് ഒരു കോൾ ലഭിച്ചു. പക്ഷേ അത് അവഗണിച്ചു. ഭർത്താവ് മറ്റൊരു സ്ത്രീയെ നിരന്തരം വിളിക്കുന്നത് കണ്ടപ്പോൾ കേറ്റ് കൂടുതൽ അസ്വസ്ഥയായി. വീഞ്ഞില്ലാതെ തനിക്ക് ഈ സംഭാഷണം സഹിക്കാൻ കഴിയില്ലെന്ന് കാർലി മനസ്സിലാക്കി. പിന്നീട്
ആഡംബര അപ്പാർട്ട്മെന്റും ഉയർന്ന ശമ്പളമുള്ള ജോലിയും ആകർഷകമായ രൂപവും ഉള്ളതിനാൽ കാർലി പൂർണ്ണയാണെന്ന് താൻ കരുതിയെന്ന് കേറ്റ് സമ്മതിച്ചു. അതേസമയം കേറ്റ് സ്വയം അവഗണിക്കുകയും ഭർത്താവിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾ പെട്ടെന്ന് സുഹൃത്തുക്കളായി. ഇരുവരും സ്നേഹിച്ച പുരുഷനാൽ വഞ്ചിക്കപ്പെട്ടു എന്ന വസ്തുതയാണ് അവരെ ഒന്നിപ്പിച്ചത്. രാവിലെ സ്ത്രീകൾക്ക് കടുത്ത ഹാങ് ഓവർ അനുഭവപ്പെട്ടു. കാർലി കാരണം ഭർത്താവിന്റെ പണത്തിന്റെ പകുതി തനിക്ക് അവകാശപ്പെടാൻ അവകാശമുണ്ടെന്ന് ഇപ്പോൾ അവൾക്കറിയാമെന്നതിനാൽ കേറ്റ് ഒടുവിൽ മാർക്കിനെ വിവാഹമോചനം ചെയ്യാൻ തീരുമാനിച്ചു. രാത്രിയിൽ കാർലിയിൽ നിന്ന് കേറ്റ് വീണ്ടും ഒരു കോൾ ലഭിച്ചു. അവൾ അവളോട് അടിയന്തിരമായി വരാൻ ആവശ്യപ്പെട്ടെ. വികാരാധീനതയിൽ കേറ്റ് ഭർത്താവിന്റെ സ്വകാര്യ മുറി മാലിന്യക്കൂമ്പാരമാക്കിയതായി മനസ്സിലായി. പെട്ടെന്ന് വാതിലിൽ മുട്ടൽ കേട്ടു. അത് കേറ്റിന്റെ സഹോദരൻ ഫിൽ ആയിരുന്നേ. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ കാർലി കേറ്റിന്റെ അലങ്കാരതയായ കാർമെലയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. ഫിൽ ഉടൻ തന്നെ കാർലിയെ ഇഷ്ടപ്പെട്ടു. വികാരം പരസ്പരമുള്ളതായിരുന്നു. വൈകുന്നേരം മാർക്ക് തിരിച്ചെത്തിയപ്പോൾ തന്റെ സ്വകാര്യ മുറി അലങ്കോലമായി കിടക്കുന്നതായി കണ്ടു. താൻ പുതുക്കിപ്പണിയുകയാണെന്ന് കേറ്റു കള്ളം പറഞ്ഞു. ഈ ബന്ധത്തെക്കുറിച്ച് അറിയില്ലെന്ന് നടിച്ചു. മാർക്ക് വളരെ നല്ല മാനസികാവസ്ഥയിലായിരുന്നു. നിക്ഷേപകർ അദ്ദേഹത്തിന്റെ പദ്ധതി അംഗീകരിച്ച്, അതായത് ബിസിനസ് അഭിവൃദ്ധിപ്പെടും. മാർക്ക് ഈ അവസരം ആഘോഷിക്കാൻ വാഗ്ദാനം ചെയ്തു. പിന്നീട് കേറ്റ് കാർലിയെ വിളിച്ച് ഭർത്താവിനെ ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് ഇപ്പോൾ തനിക്ക് ഉറപ്പില്ലെന്ന് പറഞ്ഞു. മാർക്കിന് എങ്ങനെ കൃത്രിമം കാണിക്കണമെന്ന് അറിയാമെന്ന് അനുഭവത്തിൽ നിന്ന് അറിയാവുന്നതിനാൽ കാർലി ഇതൊരു വലിയ തെറ്റായി കണക്കാക്കുന്നു. എന്നിരുന്നാലും കേറ്റിനെ എതിർക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൾ കുളിമുറിയിലായിരിക്കുമ്പോൾ മാർക്കിന് ഒരു സ്ത്രീയിൽ നിന്ന് ഒരു കോൾ ലഭിച്ചു. സംഭാഷണം കേട്ട കേറ്റ് അസ്വസ്ഥയായി. തനിക്ക് സുഖമില്ലെന്ന് മാർക്കിനോട് കള്ളം പറഞ്ഞു. അടുത്ത ദിവസം കാർലിയുടെ സന്ദേശങ്ങൾ കേറ്റ് അവഗണിച്ചു. തലേദിവസം ഫോണിൽ മാർക്കുമായി സംസാരിച്ചത് താനാണെന്ന് കരുതി. ഫിൽ തന്റെ സഹോദരി അസ്വസ്ഥയാണെന്ന് ശ്രദ്ധിച്ചു. അവൾ കണ്ണുനീർ വാർത്തു. ആ സ്ത്രീയുടെ പേര് കാർലി ആണെന്നും അവൾ തന്റെ ഭർത്താവുമായി ഡേറ്റിംഗ് നടത്തിയിരുന്നുവെന്നും സഹോദരനോട് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഏറ്റവും മോശം കാര്യം അതല്ല. കാർലി യഥാർത്ഥത്തിൽ മാർക്കുമായി ബന്ധം വേർപെടുത്തിയിട്ടില്ലെന്ന് കേറ്റ് സംശയിക്കുന്നു. കേറ്റിന്റെ അഭിപ്രായത്തിൽ അവളെ ചാരപ്പണി ചെയ്യാൻ വേണ്ടി അവൾ തന്റെ സുഹൃത്തായി നടിക്കുക മാത്രമാണ് ചെയ്തത്. കാർലിയെ തുറന്നുകാട്ടാൻ കേറ്റ് ഉദ്ദേശിക്കുന്നു. അവളെ ഒരു കഫേയിലേക്ക് ക്ഷണിച്ചു. മാർക്കുമായുള്ള അവളുടെ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് നേരിട്ട് ചോദിച്ചു. അത് പൂർണ്ണമായ അസംബന്ധമാണെന്ന് കാർലി പറഞ്ഞു. ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല. ആ നിമിഷം മാർക്കിന്റെ ജീവിതത്തിൽ മൂന്നാമതൊരു സ്ത്രീയുണ്ടെന്ന് കേറ്റിന് മനസ്സിലായി. തന്റെ ഭാര്യയ്ക്ക് സത്യം അറിയാമെന്ന് മാർക്കിന് ഇപ്പോഴും അറിയില്ല. മറ്റൊരു ബിസിനസ് യാത്രയ്ക്കായി അദ്ദേഹം പോയപ്പോൾ കേറ്റിനും കാർലിക്കും അദ്ദേഹത്തെ പിന്തുടർന്നു. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം സ്ത്രീകൾ ഫില്ലിന്റെ അടുത്തേക്ക് പോയി അവരുടെ തന്ത്രപരമായ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് അവർ ബീച്ചിൽ മാർക്കിനെ ചാരപ്പണി ചെയ്തു. അങ്ങനെയാണ് മാർക്ക് തങ്ങളെക്കാൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയുമായി ഡേറ്റിംഗ് നടത്തുന്നുണ്ടെന്ന് സ്ത്രീകൾ കണ്ടെത്തിയത്. അതുവരെ അവളെ ശാന്തയായി സൂക്ഷിച്ചിരുന്ന കാർലിക്ക് വേദന തോന്നി. അവൾ സൗന്ദര്യത്തിന്റെ പിന്നാലെ ഓടി. പക്ഷേ കേറ്റിന് കൃത്യസമയത്ത് അവളെ തടയാൻ കഴിഞ്ഞു. തീർച്ചയായും അവർ പെൺകുട്ടിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ ചോദിച്ചു. ശാന്തമായ ശേഷം അവർ ആംബറിനോട് സാഹചര്യം വിശദീകരിച്ചു. മാർക്കിനെ സ്നേഹിക്കുന്നതിനാൽ പെൺകുട്ടി വളരെ അസ്വസ്ഥയായിരുന്നു. കൂടാതെ ഭാര്യയുടെ വന്ധ്യത മൂലമാണ് മാർ വിവാഹമോചനത്തിന് അപേക്ഷിച്ചതെന്ന് ആംബർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കേറ്റ് പ്രകോപിതയായി. ആംബറിന് ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് സ്ത്രീകൾ അവരുടെ പുതിയ സുഹൃത്തിനെ ഫില്ലിന് പരിചയപ്പെടുത്തി. കേറ്റും ആംബറും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാർലിയും ഫില്ലും സമുദ്രത്തെ അഭിനന്ദിക്കുകയായിരുന്നു. അവർക്ക് ഒരുപാട് പൊതുവായി തോന്നുന്നു. കമ്പനിക്ക് നല്ല സമയമുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പരസ്പരം പിന്തുണ തോന്നി. ഇത് അവർക്ക് ആത്മവിശ്വാസം നൽകി. രാവിലെ തന്റെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യണമെന്ന് കേറ്റ് സമ്മതിച്ചു. മാർക്കിന് താൻ അനുഭവിക്കുന്ന അതേ വികാരം തോന്നണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കൾ ഈ അഭിലാഷത്തിൽ അവളെ പിന്തുണച്ചു. അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അന്നുമുതൽ അവർ പ്രതികാരത്തിനുള്ള പദ്ധതി തയ്യാറാക്കാൻ തുടങ്ങി. കേറ്റ് ഹോർമോണുകൾ വാങ്ങി മാർക്കിന്റെ കോക്കയിലിൽ കലർത്തി. കൂടാതെ അവൾ അവന്റെ ഷാംപൂവിൽ ഹെയർ റിമൂവൽ ക്രീം ഇട്ടു. വൈകുന്നേരം മാർക്ക് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കാർലിയെ കണ്ടുമുട്ടി. അവർ അവനോട് ക്ഷമിച്ചതായി നടിച്ചു. ഫോൺ കോൾ കാരണം അദ്ദേഹം പിന്മാറിയപ്പോൾ കാർലി അവന്റെ ഗ്ലാസിൽ എന്തോ ചേർത്തു. മാർക്ക് മേശയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തന്റെ അച്ഛൻ വിവാഹമോചനം നേടുകയാണെന്ന് കാർലി യാദൃശ്ചികമായി പരാതിപ്പെട്ടു. ഭാര്യ തന്റെ പണത്തിന്റെ പകുതി അവകാശപ്പെടുന്നു. ഇത് ഒഴിവാക്കാൻ ഒരു വഞ്ചനാപരമായ പദ്ധതി തനിക്ക് അറിയാമെന്ന് മാർക്ക് സൂചന നൽകി. ഈ സമയത്ത് അദ്ദേഹത്തിന് വയറുവേദന അനുഭവപ്പെട്ടു. അവർ പോകുമ്പോൾ കാർലിക്ക് ഒരു പുഞ്ചിരി മറക്കാൻ കഴിഞ്ഞില്ല. മാർക്ക് കൃത്യസമയത്ത് ടോയ്ലറ്റിൽ എത്തിയില്ല. അയാൾ ഒരു വെയിറ്ററോട് പുതിയ ട്രൗസർ വാങ്ങാൻ ആവശ്യപ്പെട്ടു. അയാൾക്ക് പണം നൽകി. വൈകുന്നേരം കടന്നുപോകുന്ന ഒരു ഹിപ്സ്റ്റർ നൽകിയ അസംബന്ധ ചുവന്ന പാൻസിലാണ് മാർക്ക് വീട്ടിലേക്ക് മടങ്ങിയത്. വെയിറ്റർ തന്നെ വഞ്ചിച്ചതായി മനസ്സിലായി. വൈകുന്നേരം കാർലി തന്റെ പിതാവിനെ ആംബറിന് പരിചയപ്പെടുത്തി.
തന്റെ കാമുകിയുമായി ബന്ധം വേർപെടുത്തിയതായി ഫ്രാങ്ക് പറഞ്ഞു. സുന്ദരിയായ ആംബർ ഉടൻ തന്നെ അദ്ദേഹത്തിന് താൽപര്യം പ്രകടിപ്പിച്ചു. മാർക്കിന്റെ വഞ്ചനാപരമായ പദ്ധതിയെക്കുറിച്ച് കാർലി തന്റെ പിതാവിനോട് പറഞ്ഞു. ഫ്രാങ്ക് തന്റെ മകളോട് മൂലധന സംരക്ഷണ പദ്ധതികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഏതൊക്കെ കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും വിശദീകരിച്ചു. കാർലി ഉടൻ തന്നെ ഈ വിഷയം പഠിക്കാൻ തുടങ്ങി. അതേ ദിവസം വൈകുന്നേരം ഒരുമിച്ച് ആസ്വദിക്കാൻ ഡാനയെ കാണാൻ ആംബർ മാർക്കിനോട് നിർദ്ദേശിച്ചു. തീർച്ചയായും മാർക്ക് സമ്മതിച്ചു. എന്നിരുന്നാലും ഡാന ആകർഷകമല്ലെന്ന് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. രാവിലെ തന്റെ മുടി കൊഴിച്ചിൽ തുടങ്ങിയതായി മാർക്ക് ശ്രദ്ധിച്ചു. എല്ലാത്തിനുമുപരി അദ്ദേഹത്തിന്റെ ഭാരം വർദ്ധിച്ചു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാകുന്നില്ല. തീർച്ചയായും ഇതിനു പിന്നിൽ ഭാര്യയാണെന്ന് അദ്ദേഹത്തിന് ഒരിക്കലും തോന്നുന്നില്ല. പിന്നീട് സ്ത്രീകൾ കണ്ടുമുട്ടി പ്രതികാരത്തിനുള്ള പദ്ധതി തയ്യാറാക്കി. എല്ലാം ഉണ്ടായിരുന്നിട്ടും കേറ്റ് ഈ സാഹചര്യത്തിൽ അസ്വസ്ഥയാണ്. മാർക്കുമായുള്ള വിവാഹത്തിന്റെ വീഡിയോകൾ കാണുന്നതിനിടയിൽ അവൾ മദ്യപിച്ചു. കോളുകൾക്ക് മറുപടി നൽകാത്തതിനാൽ കാർലി അവളുടെ അടുത്തേക്ക് വന്നു. വിവാഹ വസ്ത്രത്തിൽ തന്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ അവൾക്ക് എല്ലാം മനസ്സിലായി. പെട്ടെന്ന് മാർക്ക് നേരത്തെ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ സ്ത്രീകൾ തമ്മിൽ ആത്മാർത്ഥമായ സംഭാഷണം നടന്നു. കാർലിക്ക് ഒളിക്കാൻ സമയമില്ലായിരുന്നു. വിവാഹ വസ്ത്രത്തിൽ ഭാര്യയെ കണ്ടപ്പോൾ മാർക്ക് അമ്പരന്നു. കേറ്റിന്റെ പ്രതികാര പദ്ധതി വെളിപ്പെടുത്താൻ അയാൾ അടുത്തിരുന്നു. എന്നിരുന്നാലും മാർക്ക് മദ്യപിക്കാൻ പോയപ്പോൾ കാർലി ശ്രദ്ധിക്കാതെ ഒളിച്ചോടാൻ കഴിഞ്ഞു. പിന്നീട് മാർക്കും ഭാര്യയും നിക്ഷേപകരോടൊപ്പം അത്താഴത്തിനു പോയി. മാർക്ക് തന്റെ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്ന ചില ആശയങ്ങളുടെ രചയിതാവ് കേറ്റ് ആയിരുന്നുവെന്ന് തെളിഞ്ഞ്. അതൊരു മനോഹരമായ സായാഹ്നമായിരുന്നു. തന്റെ വിജയത്തിൽ മാർക്ക് വളരെ അഭിമാനിക്കുന്നു. അതേസമയം കേറ്റ് തന്റെ ഭർത്താവുമായി യഥാർത്ഥത്തിൽ സന്തോഷവതിയായിരുന്ന പഴയ കാലത്തെക്കുറിച്ച് മറക്കുന്നു. പിന്നീട് കാർലി തന്റെ സുഹൃത്തുക്കളുമായി വാർത്തകൾ പങ്കുവച്ചു. തന്റെ ഉറവിടങ്ങൾ ഉപയോഗിച്ച് മാർക്ക് തന്റെ നിക്ഷേപകരിൽ നിന്ന് പണം മോഷ്ടിക്കുകയാണെന്ന് അവൾ കണ്ടെത്തി. എന്നിരുന്നാലും വിവാഹമോചനം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കേറ്റ് ഇതിനകം തന്നെ സംശയിക്കുന്നു. തന്റെ അഭിപ്രായത്തിൽ മാർക്കിന് മാറാൻ കഴിയും. ഇതിൽ ആംബർ തന്റെ സുഹൃത്തിനെ പിന്തുണച്ചു. പക്ഷേ കേറ്റ് തെറ്റാണെന്ന് തെളിയിക്കാൻ കാർലി മാർക്കിനെ കാപ്പി കുടിക്കാൻ ക്ഷണിച്ചു. കേറ്റ് ഇതിനകം പോയപ്പോൾ അസ്വസ്ഥയായി. മാർക്ക് വെള്ളിയാഴ്ച അവളെ കാണാൻ സന്തോഷിക്കുമെന്ന് കാർലിക്ക് സന്ദേശമയച്ചു. കേറ്റുമായുള്ള വഴക്ക് കാരണം കാർലി വളരെ സങ്കടത്തിലാണ്. അവൾ ഫില്ലിനെ കണ്ടു. അവളുടെ എല്ലാ വികാരങ്ങളും പങ്കുവച്ചു. കേറ്റിന് നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് കാർലി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അടുത്തതായി എന്തു ചെയ്യണമെന്ന് അവൾക്ക് ഉറപ്പില്ല. തന്റെ ഭർത്താവ് ഒരിക്കലും മാറില്ലെന്ന് കേറ്റ് മനസ്സിലാക്കി. അവൻ വീണ്ടും അവളെ ചില പേപ്പറുകളിൽ ഒപ്പിടാൻ നിർബന്ധിച്ചു. അതേ ദിവസം തന്നെ കേറ്റ് കാർലിയുടെ അടുത്തെത്തി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ക്ഷമിച്ചു. തന്റെ ഭർത്താവ് ബഹാമാസിലേക്ക് പോകാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് കേറ്റ് കണ്ട്. അവന്റെ വഞ്ചനാപരമായ പദ്ധതി വെളിപ്പെടുത്താൻ അവൾ അവനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കാർലി ഇതിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു. ഭൂതകാലത്തെ പിന്നിൽ ഉപേക്ഷിച്ച് മാർക്കിനെ മറന്ന് മുന്നോട്ടു പോകാൻ അവൾ ആഗ്രഹിക്കുന്നു. കേറ്റ് അവളുടെ തിരഞ്ഞെടുപ്പിനോട് സഹതാപം പ്രകടിപ്പിച്ചു. എന്തായാലും സ്ത്രീകൾ ഉറ്റ സുഹൃത്തുക്കളായി തുടരും. എന്നിരുന്നാലും മാർക്കിന്റെ രേഖകളിൽ അവളുടെ കമ്പനിയുടെ പേര് കണ്ടപ്പോൾ കാർലി മനസ്സ് മാറ്റി. കാർലിയും ആംബറും തന്നെ ബഹാമാസിലേക്ക് പിന്തുടരുമെന്ന് കേറ്റ് പ്രതീക്ഷിച്ചില്ല. മാർക്കിന്റെ കമ്പനിയുടെ സിഇഒ ആയി കേറ്റിനെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാർലി വിശദീകരിച്ചു. അതായത് അയാളുടെ തട്ടിപ്പ് പുറത്തുവന്നാൽ അതിന് ഉത്തരം നൽകേണ്ടത് അവളായിരിക്കും. തീർച്ചയായും കേറ്റിന് ഇത് അറിയില്ലായിരുന്നു. ഈ സാഹചര്യം പരിഹരിക്കാമെന്ന് കാർലി വാഗ്ദാനം ചെയ്തു. മാർക്ക് കൈമാറ്റം ചെയ്യുന്ന ബാങ്ക് കണ്ടെത്തുക മാത്രമാണ് അവർ ചെയ്യേണ്ടത്. മറ്റൊരു സ്ത്രീയുമായി കണ്ടുമുട്ടിയ മാർക്കിനായി കാമുകിമാർ ഒരു സ്റ്റേക്കൌട്ട് സംഘടിപ്പിച്ചു. താൻ വഞ്ചിച്ചവരാണ് തന്നെ പിന്തുടരുന്നതെന്ന് പുരുഷൻ അറിയില്ല. മാർക്കിനെ പിന്തുടർന്ന് അവൻ ഏത് ബാങ്കുമായാണ് സഹകരിക്കുന്നതെന്ന് സുഹൃത്തുക്കൾ കൈതെത്തി. അന്ന് രാത്രി അവർ ഒരു പാർട്ടിക്ക് പോയി. ഒരു സുന്ദരനായ പുരുഷൻ കേറ്റിനെ സമീപിച്ച് അവളെ നൃത്തം ചെയ്യാൻ ക്ഷണിച്ചു. ഈ സമയത്ത് തനിക്ക് ഒരു പുതിയ കാമുകനുണ്ടെന്ന് ആംബർ കാർലിയോട് സമ്മതിച്ചു. ഒരുപക്ഷേ ഇത് അവളുടെ ആത്മമിത്രമായിരിക്കാം. കേറ്റ് അതിരാവിലെ ഉണർന്ന് തന്റെ വിവാഹമോതിരം കടലിലേക്ക് എറിഞ്ഞു. ഇത് കണ്ടപ്പോൾ കാർലിക്ക് തന്റെ സുഹൃത്തിനെക്കുറിച്ച് അഭിമാനം തോന്നി. തങ്ങളെ ഒറ്റിക്കൊടുത്ത പുരുഷനോട് പ്രതികാരം ചെയ്യാൻ 3 സ്ത്രീകളും ഒത്തുകൂടി. അവരുടെ പദ്ധതി നടപ്പിലാക്കാനുള്ള സമയമായി. ദൃഢനിശ്ചയത്തോടെ കേറ്റ് ബാങ്കിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മാർക്ക് ഒരു കരാർ അവസാനിപ്പിക്കാൻ ഓഫീസിലെത്തി. പക്ഷേ കേറ്റിനെയും കാർലിയെയും ആംബറിനെയും ഒരുമിച്ച് കാണുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. വിവാഹമോചനത്തിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കേറ്റ് പ്രഖ്യാപിച്ചു. മാർക്ക് ഭാര്യയോട് ക്ഷമിക്കണമെന്ന് യാചിച്ചു. മാറാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. പക്ഷേ കേറ്റ് തീർച്ചയായും അത് വിശ്വസിച്ചില്ല. കാർലി മാർക്കിനോട് താൻ ഒന്നുമല്ലെന്ന് പറയുകയും രേഖ കാണിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ തന്റെ തട്ടിപ്പ് പദ്ധതിയെക്കുറിച്ച് സ്ത്രീകൾക്ക് അറിയാമെന്ന് മാർക്ക് ഭയത്തോടെ മനസ്സിലാക്കി. തന്റെ കമ്പനിയുടെ സിഇഒ എന്ന നിലയിൽ കേറ്റിന് അവിടെ നിന്ന് എല്ലാ പണവും പിൻവലിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ മാർക്ക് പാപ്പരായി. പെട്ടെന്ന് ഈ രേഖ ഇതിനകം കണ്ടിരുന്ന മാർക്കിന്റെ നിക്ഷേപകൻ ഓഫീസിലേക്ക് വന്നു. നിക്ഷേപകൻ മാർക്കിനെ പുറത്താക്കി.
കേറ്റ് എല്ലാ പണവും തിരികെ നൽകിയതിനാൽ മാത്രമാണ് താൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. മാർക്ക് രോഷാകുലനായിരുന്നു. ഭാര്യയെ എപ്പോഴും വിഡ്ഢിയായി കണക്കാക്കുകയും തന്റെ പരാജയം അംഗീകരിക്കാൻ വളരെക്കാലം വിസമ്മതിക്കുകയും ചെയ്തു. കുറച്ചുകാലം കടന്നുപോയി. കേറ്റും കാർലിയും ആംബറും അവരുടെ വിജയം ആഘോഷിക്കുകയാണ്. കാർലി യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് ഒരു ആശംസ നേർന്നു. കേറ്റിന്റെ കരിയർ ഉയർന്നു. കാർലി ഇപ്പോൾ സില്ലുമായി ഡേറ്റിംഗ് നടത്തുന്നു. അവർ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു. ആംബറും ഫ്രാങ്കും ഇപ്പോൾ ഒരുമിച്ചാണ്. ലോകമെമ്പാടും സഞ്ചരിക്കുന്നു. ധാർമ്മികത. ഏറ്റവും മോശമായ വിശ്വാസവഞ്ചന ചിലപ്പോൾ ഏറ്റവും ശക്തമായ ബന്ധത്തിലേക്ക് നയിച്ചേക്കാം. ഹൃദയാഘാതം നിങ്ങളെ നിർവചിക്കാൻ അനുവദിക്കരുത്. അത് നിങ്ങളെ പരിഷ്കരിക്കട്ടെ. ഉയർന്നു നിൽക്കുക. ഒരുമിച്ച് നിൽക്കുക. നിങ്ങൾ എന്നത്തേക്കാളും ശക്തമായി ഉയരൂ. കാരണം അവസാനം സ്നേഹം നിങ്ങളെ പരാജയപ്പെടുത്തിയേക്കാം. പക്ഷേ യഥാർത്ഥ സൗഹൃദം ഒരിക്കലും നിങ്ങളെ വീഴാൻ അനുവദിക്കില്ല. ഈ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ, നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചെങ്കിൽ, ഇതുപോലുള്ള കൂടുതൽ ശക്തമായ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴെയുള്ള അഭിപ്രായങ്ങളിൽ ഞങ്ങളോട് പറയുക. ഒരു വിശ്വാസവഞ്ചനയ്ക്ക് ശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പുനർനിർമ്മിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ പക്ഷത്തു നിന്നോ? ഇത് നെസ്റ്റ് ഓഫ് സ്റ്റോറീസ് മലയാളമാണ്. ഇവിടെ വികാരങ്ങൾ സജീവമാകുന്നു. അടുത്ത കഥയിൽ കാണാം.